നമസ്കാരം പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. വിവാഹ ചടങ്ങിന് ശേഷം ആഹാരം കഴിക്കാനായിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നൊരു ചേട്ടൻ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം പ്ലേറ്റിൽ വാങ്ങി വെക്കുകയും അത് പാഴാക്കി കളയുന്നതും കണ്ടു. തൊട്ടടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് ചോദ്യം ചെയ്യുന്നതും ഞാൻ കണ്ടു. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ആഹാരം നിങ്ങൾ വാങ്ങിയതെന്ന് അവർ ചോദിക്കുകയുണ്ടായി. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നത്, വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് കേരളത്തിലേക്ക് ഒരു ക്രിക്കറ്റ് മാച്ചിനായി വരികയുണ്ടായി. അന്ന് താമസിക്കുന്ന ഹോട്ടലിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് കേരളീയ രീതിയിലുള്ള സദ്യയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ അദ്ദേഹം കഴിക്കുകയും ബാക്കി വന്ന ഭക്ഷണം അത് പാഴാക്കി കളയരുതെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം രാത്രി അത് കഴിക്കുകയും ചെയ്ത കാര്യമാണ്. അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വിവരം വളരെ വിശദമായി തന്നെ എഴുതി വന്നതുമാണ്. വാകീറിയ ദൈവം വയറും നിറയ്ക്കുമെന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ജീവനും വേണ്ടതിലും കൂടുതൽ ഭക്ഷണം നമ്മുടെ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ മൂന്നിലൊന്നും നമ്മൾ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. പ്രതിവർഷം നമ്മൾ പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 130 കോടി ടൺ ആണെന്നാണ് കണക്ക്. ആവശ്യത്തിലധികം പാചകം ചെയ്യുക, പകുതിയിൽ കൂടുതൽ കളയുക എന്നതാണല്ലോ നമ്മുടെ ശീലം. എന്തെങ്കിലും കിട്ടിയാൽ വയറു നിറയ്ക്കാമെന്ന് കരുതി പാടുപെടുന്നവർ ഒരു വശത്ത്, വയറു നിറയ്ക്കാനുള്ളതിലേറെ വാങ്ങുകയും പാചകം ചെയ്യുകയും അതിൽ നല്ലൊരു പങ്കും പാഴാക്കി കളയുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടർ മറുവശത്തും. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആഹാരം പാഴാക്കി കളയുന്നതിൽ മുൻപന്തിയിൽ നമ്മൾ മലയാളികളാണെന്ന്. ഈ വാദത്തോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകും. പണ്ട് ഇലയിട്ടുള്ള സദ്യ വിളമ്പലായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അധികം ഭക്ഷണം അങ്ങനെ പാഴായി പോകുന്നത് കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ആഘോഷ പരിപാടികളിലൊക്കെ ബൊഫേ സിസ്റ്റങ്ങളാണ് കൂടുതൽ. ഭക്ഷണം ആദ്യം തന്നെ ആവശ്യത്തിലധികം എടുക്കും. പിന്നെ വേണ്ടെങ്കിലും 2-3 പ്രാവശ്യം എടുക്കുന്നവർ വേറെയുമുണ്ട്. ആവശ്യത്തിലധികം എടുത്തവർ ബാക്കി വരുന്ന ഭക്ഷണം പാഴാക്കി കളയുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം, ബുഫേ സിസ്റ്റം ആകുമ്പോൾ ആവശ്യമുള്ള ഭക്ഷണം ആദ്യം എടുക്കാൻ. വേണമെങ്കിൽ വീണ്ടും എടുക്കാനുള്ള സംവിധാനം ബുഫയിൽ ഉണ്ടല്ലോ. അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. തിരക്ക് കാരണം പലപ്പോഴും നമ്മൾ കഴിക്കാവുന്നതിലും കൂടുതൽ ഭക്ഷണം ആദ്യം തന്നെ എടുക്കും. കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് വേസ്റ്റ് ബിന്നിലേക്ക് തട്ടുകയും ചെയ്യും. ഓരോ ദിവസവും നമ്മുടെ വീടുകളിലൊക്കെ കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണത്തിന്റെ കണക്കെടുക്കണം. പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന്റെ കണക്ക് മറ്റൊന്നായും എടുക്കണം. ഇങ്ങനെ നോക്കിയാൽ മാസം ശരാശരി ഒരു 2000 രൂപയുടെയെങ്കിലും ഭക്ഷണം നമ്മൾ പാഴാക്കി കളയുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ നല്ല പ്രവണതകളും കാണുന്നുണ്ട്. വിവാഹ സൽക്കാരങ്ങളിലും മറ്റും ബാക്കി വരുന്ന ഭക്ഷണം സ്വരൂപിക്കുകയും അനാഥാലയങ്ങളിലും തെരുവു കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. ഇങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കി തെരുവുകളിലേക്കും പറമ്പുകളിലേക്കും വലിച്ചെറിയുന്നതിൽ ഒരു സംസ്കാരത്തിന്റെ ജീർണത തന്നെയുണ്ട്. മാത്രമല്ല ഇത് പരിസ്ഥിതിക്കും ദോഷകരമാണ്. തൊട്ടയൽപക്ക വീടുകളിലൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അവരുടെ പരാതി പറയുന്ന സംഭവങ്ങളും നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച പ്ലേറ്റിന്റെ വൃത്തി പല വിദേശ രാജ്യങ്ങളിലും വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം എടുത്ത് ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു എന്നതിന്റെ സൂചകമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇതിനായി നാം ചെയ്യേണ്ടത് നമ്മുടെ മടി മാറ്റണം എന്നത് തന്നെയാണ്. രണ്ടാമത് പോയി ഒരല്പം കൂടി എടുക്കാനുള്ള മടി കൊണ്ടാണ് ആദ്യം തന്നെ ആവശ്യമില്ലാത്ത അത്ര ഭക്ഷണം നമ്മൾ വിളമ്പിയെടുക്കുന്നത്. ആ മടി മാറ്റിയാൽ ഇതെല്ലാം വൃത്തിയായി തന്നെ നടക്കും. ഈ ഭക്ഷണം വേസ്റ്റാകുന്നതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിവാഹ പാർട്ടികൾക്ക് ശേഷം അവിടെയുള്ള വേസ്റ്റ് ബിന്നുകളിലേക്കൊന്ന് പോയി നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഭക്ഷണം പാഴാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കാനായി പാത്രം എടുക്കുമ്പോൾ ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു വറ്റിനായി കുതിക്കുന്ന, ഇത്തിരി വെള്ളമെങ്കിലും തരണേ എന്ന് കരയുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ മനസ്സിൽ കാണുക. നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള വില കൂടിയ ഭക്ഷണം ലോകത്തുണ്ട് എന്ന് പോലും അറിയാത്ത അമ്മമാരെയും കുഞ്ഞുങ്ങളെയും മനസ്സിൽ ഓർക്കണം. വിശപ്പറിയുന്ന നാൾ മുതൽ ആഹാരത്തിനായി കേഴുന്നവർ, കളിക്കാനും ചിരിക്കാനുമൊക്കെ മറന്നുപോയ പൈതങ്ങൾ, ഇവരെയൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും മനസ്സിൽ കാണണം. വിശപ്പിന്റെ വില എത്രയോ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒപ്പം ആഹാരത്തിന്റെ മഹത്വവും. നന്ദി, നല്ല നമസ്കാരം.